വെൽക്കം ടു നിഷിതാസ് കുസീൻ. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് വട കൂട്ടുകറി. ഓണത്തിനും വിഷുവിനും ഒക്കെ സദ്യന്റെ വിഭവമായിട്ട് ഉണ്ടാക്കുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് ആദ്യം വട ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കട്ടിയായി അരച്ചെടുക്കാം. ഉഴുന്നുവടക്കൊക്കെ അരക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ കുറച്ച് ലൂസായ കുഴപ്പമില്ല. ഉഴുന്നുവടന്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് അരക്കുന്ന കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ കാണാം. ഇതിനി നന്നായി അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ലേശം ലൂസായാലും കുഴപ്പമില്ല, കട്ടിയായാൽ നല്ലതന്നെ. ഉഴുന്ന് അരച്ചതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും 1-2 പച്ചമുളക് ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പില മുറിച്ചതും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. വട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാണ്. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം. ഓരോ വട്ടം മാവ് എടുക്കുമ്പോഴും വെള്ളത്തിൽ കൈ മുക്കുക, എന്നാൽ കൈ കൂട്ടി പിടിക്കാതിരിക്കും. ചെറിയ ഉരുളാക്കി എടുക്കാം. ഇത് പൊങ്ങി വരുമ്പോൾ തിരിച്ചിടാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല, ചെറിയ ബോളാക്കിയിട്ട് ഇടാം. ഇപ്പം വടയെല്ലാം 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കണം. കളറ് ലൈറ്റ് ബ്രൗൺ നിറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. വടയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഉഴുന്നുവടയൊക്കെ ആക്കാൻ മടിയുള്ളവർക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാം. ഇതിന്റെ മാവില് ഒരു സവാള ചെറുതായി മുറിച്ച് ചേർത്തുണ്ടാക്കിയാൽ ഉഴുന്നുവടയുടെ സെയിം ടേസ്റ്റായി. ഇനി കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് ഒരു സവാള ചതുര കഷ്ണങ്ങളായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് മുറിച്ചതും ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഉള്ളി വാടിത്തുടങ്ങുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും, ഞാൻ പിരിയൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് എല്ലാം കൂടി ഇളക്കി വഴറ്റാം. തീ കുറച്ച് വെച്ച് പൊടികൾ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകും തോന്നുന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും തീ ഓൺ ചെയ്ത് ഇളക്കി കൊടുത്താൽ മതി. ഈ പൊടികളുടെ എല്ലാം നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് വലിപ്പം കുറഞ്ഞ് 2 ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളായി മുറിച്ചത് ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയി. ഇത് തുറന്ന് നോക്കാം. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് വെന്തോ നോക്കാം. ഞാനിപ്പോൾ നോക്കിയിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇത് വേവാൻ വെച്ചിട്ട് 1-2 വട്ടം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച വട ചേർക്കണം. ഈ വട ഞാൻ ഇതില് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി 2 കഷ്ണാക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, കണ്ടത് കാണുമ്പോൾ മനസ്സിലാവുന്നത്.
കഷ്ണാക്കാതെ വേണമെങ്കിൽ ചേർക്കാം. കഷ്ണാക്കിയ പെട്ടെന്ന് മസാലയുടെ ഉള്ളിൽ പിടിക്കും. വടയെല്ലാം 2 കഷ്ണാക്കിയിട്ടുണ്ട്. ഇതിനി ഉരുളക്കിഴങ്ങ് വേവിച്ചതിലേക്ക് ഇടാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് തീ കുറച്ച് ഒരു 2 മിനിറ്റ് വെക്കാം. ഗരം മസാലപ്പൊടി ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തിരുന്നു. ഇപ്പം വീണ്ടും 1/4 ടീസ്പൂൺ ചേർത്തത്. ഇപ്പം അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. 1/4 പാല് ചേർത്താൽ അധികം തിളക്കാൻ പാടില്ല. ഒരു സൈഡിൽ നിന്ന് തിള വന്നു തുടങ്ങുമ്പോൾ കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തതിന് ശേഷവും തിളക്കുന്നത് കാണിക്കുന്നത്. തിള വരുമ്പം തന്നെ തീ ഓഫ് ചെയ്യണം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ വട കൂട്ടുകറി റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടണം. അതിന് ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കാം. ഇപ്പൊ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കൂട്ടുകറിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി മണാണിപ്പോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.